കാരവൻ യാത്രയിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ മരക്കടവ് എന്ന് പറയുന്നൊരു പ്രദേശത്താണ്. ഇവിടുത്തെ ബോട്ട് യാർഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി ബോട്ടുകൾ നിർത്തിയിട്ടൊരു സ്ഥലം. ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ ജീവിതം എങ്ങനെയാണ്, കൊച്ചിയിലെ ജീവിതം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചൊക്കെ ഒന്ന് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഇവിടെയുള്ളൊരു ജലീലിക്ക നമ്മുടെ കൂടെ ചേരുകയാണ്. ജലീലിക്ക, അസ്സലാമു അലൈക്കും. എങ്ങനെ പോകുന്നു? നമ്മുടെ ഇവിടെ തന്നെ ഇരിക്കാം. എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. മത്സ്യബന്ധന ബോട്ടാണ് അല്ലേ? ഇത് സ്വന്തം ബോട്ടാണോ അതോ? ജീവനക്കാരനാണ്. ഡ്രൈവറാണ്. ഇതിന് ഡ്രൈവർ എന്നാണോ ശരിക്കും പറയാ? ഈ ബോട്ടിന്റെ ഡ്രൈവർ എന്നാണോ അതോ സ്രാങ്കോ? ഇതിന് സ്രാങ്ക് എന്നാ പറയാ. അപ്പം ഇത് കൂടുതൽ ദിവസം കടലിൽ തങ്ങുന്ന ബോട്ടായിരിക്കും അല്ലേ? ഇത് 15 ദിവസമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ കില്ലറ്റ് ബോട്ട് എന്ന് പറഞ്ഞത് ആ കിടക്കണതാണ്. അത് ചിലപ്പോൾ ഒരു മാസമൊക്കെ എത്തുമ്പോഴാണ് വരണത്. പണിയുടെ ഇപ്പൊ പണി വളരെ മോശമാണ്. എന്താണ് പണി മോശം? കടലില് മത്സ്യസമ്പത്ത് കുറവാണ് ഇപ്പൊ. എന്താണ് കാരണം? നിങ്ങൾ എന്താണ് റിസർച്ച്? കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്നുള്ളത് നമുക്കറിയില്ല. കടലിലെ സ്ഥിതി പുറം കപ്പലൊക്കെ വന്ന് മുമ്പ് അടിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാന്നല്ല, പോട്ട് പണി ഡീസലും അടിച്ച് ഇവര് ചെലവും ചെയ്ത് പോട്ട് ഒന്നും കിട്ടണില്ല. ഈ ഒരുപാട് ബോട്ട് കയറി കിടക്കണം. പെർസിങ് കണ്ട അതേ കിടക്കണം. അത് ആ പണി തുടങ്ങിയ സമയത്ത് നല്ല കുറച്ച് പണിയുണ്ടായി. പിന്നെ ഭയങ്കര മോശമാണ്. കാരണം ഇവര് ഡീസലും അടിച്ച് ഭക്ഷണത്തിനുള്ള പൈസയും കൊടുത്ത് ബോട്ട് വിടുന്നുണ്ട്. ഇവിടുന്ന് പോയി ഇവനെ കാലിക്കാണ് കയറണത്. മുതലാളിമാർക്ക് ഭയങ്കര നഷ്ടത്തിലാണ് ശരിക്കും പറഞ്ഞത്. ഒരു മാസമൊക്കെ ഇപ്പോൾ കയറി കിടക്കുന്ന ബോട്ടുകൾ. എന്താണ് പൊതുവേ നിങ്ങളുടെ ഒരു മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മത്സ്യബന്ധനം നിങ്ങൾ എപ്പോഴായിരിക്കും പിന്നെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കടലിലേക്ക് പോവാം? തിരിച്ചെപ്പോഴാണ് എത്തുക? എന്തൊക്കെ പ്രതിസന്ധികളാണ് അതിനകത്തുള്ളത്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഇവർ പോകുന്നത് രാത്രി സമയത്താണ് പോകുന്നത്. ഇവിടുന്ന് പോകുന്നത് പിന്നെ വരുന്നത് ചില ബോട്ട് 2-3-4-5 ദിവസം കഴിയുമ്പോൾ കയറുന്ന ഫിഷിംഗ് ബോട്ടുണ്ട്. കില്ലറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിയും, 25 ദിവസമൊക്കെ കഴിയും. ഇത് പണി വളരെ മോശമാണ്. ഭയങ്കര അവസ്ഥ വളരെ മോശമാണ് നമ്മളെ കൊച്ചിയിൽ. ഇപ്പം ഓരോരുത്തർ ബോട്ട് ചിലവർ കൊടുക്കുന്നതാണ്, ചിലത് ആക്രിക്ക് കൊടുക്കുന്നവരുണ്ട്. ഭയങ്കര നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇതിന്റെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഫോർമുലകളൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ട്, ഇങ്ങനെ അന്വേഷണമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ അത് മുതലാളിമാർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുള്ളൂ. നമ്മളിവിടെ സാധാരണ തൊഴിലാളികളാണ് ഇവിടെ എടുത്താൽ. നമുക്ക് ഈ ബോട്ടൊന്ന് ചുറ്റി കണ്ടാലോ? എന്തൊക്കെയാണ് ഈ ബോട്ടിൽ നടക്കുന്ന പ്രോസസ് എന്നൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഇതൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്താണ് ശരിക്കും? ഇത് മരക്കടവാണ്. മരക്കടവ്. ഈ ബോട്ടിൻ്റെ ഈ ഒരു സ്പേസിന് എന്താ പറയുക ഇവിടെ? ഇത് ജാഡാണ്. ജാഡ് എന്ന് പറഞ്ഞാൽ ബോട്ട് പണിക്ക് കയറ്റുന്ന സ്ഥലമാണ്. റിപ്പയറും കാര്യങ്ങളൊക്കെ കയറ്റി മറ്റുള്ള പേച്ച് വർക്ക് ഇതൊക്കെ ചെയ്തിട്ട് ഈ ബോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. പെയിൻ്റൊക്കെ ചെയ്ത് ഇപ്പോൾ കയറ്റിയിട്ട് ഒരു 10-20 ദിവസമായി ആ ബോട്ട് കയറിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പണികൾ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോണേണ് ബോട്ട്. പിന്നെ ഇപ്പോൾ പണിക്കാരെ കിട്ടാൻ വളരെ മോശമാണ്. ഇവിടെ ഇന്ത്യക്കാർ വന്നിട്ടാണ് ഇത് പണി നടത്തുന്നത്. മലയാളികൾ പരമ്പരാഗതമായിട്ടുള്ള അങ്ങനെയുണ്ടോ? കാരണം ഇപ്പം എത്ര വർഷം ഈ ഫീൽഡിലായിട്ട്? ഞാൻ ആദ്യം ബോട്ടിൽ വെള്ളം കോരിയിരുന്ന ആളാണ്. ഇപ്പോൾ വണ്ടി ഡ്രൈവറാണ്. അബാദി ഫിഷറീസിൻ്റെ ഡ്രൈവറാണ്. ഇപ്പോൾ ഈ ഫിഷർമെൻസിൻ്റെ കുട്ടികൾ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു പാരമ്പര്യം വരാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണോ ബംഗാളീസൊക്കെ ഇങ്ങോട്ട് വരുന്നത്? ഇങ്ങോട്ട് വന്നത് അത് കാരണം കൊണ്ടാണ്. ഇവിടെ എടുക്കാൻ പണിക്ക് തൊഴിലാളി പോണില്ല ഇവിടെ. നമ്മളാൾക്കാരാണ് പോയിരുന്നത്. അത് പിന്നെ പടിഞ്ഞാറിൽ നിന്ന് ഈ ചെല്ലാനത്തു നിന്നുള്ളൊരു വള്ളത്തിൽ പോകുന്നുണ്ട്, ഈ ബോട്ടിൽ പോകുന്നുണ്ട്. അത് കൂടുതൽ പോകുന്നത് ഫിഷറീസ് ഈ മറ്റേ പെർസിൻ ബോട്ടിലാണ് പോകുന്നത്. അവർ പോകുന്ന പറഞ്ഞാൽ ചാളൻ്റെ പണിയായി അയില. അതായത് ഇറങ്ങണ സമയത്ത് സീസണാവും, ഓഗസ്റ്റ് ആകുമ്പോൾ ബോട്ട് ഇറങ്ങും. അപ്പോൾ കുറച്ച് ദിവസം നല്ല പണിയുണ്ടാവും. പിന്നെ പണിയില്ല. പിന്നെ കരപ്പ കയറി മുതലാളിമാർക്ക് വളരെ നഷ്ടത്തിലാണ്. അവർ ഭയങ്കര വിഷമട്ടത്തിലാണ്. അവരുടെ പ്രയാസം അങ്ങനെയാണ്. ഈ ഒരു ഭാഗമൊക്കെ ഇതൊക്കെ എന്തായിരിക്കും? ഇതിനടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ? മീൻ പിടിച്ചിട്ട് കംപ്ലീറ്റ് കള്ള് സ്റ്റോറാണിത്. കാണിക്കാൻ പറ്റുമോ? കാണിച്ചു തരാം. ഫോണിൽ പിടിക്കണം. ഓക്കെ. ഇതിനെന്താ പറയാ? ഇത് ബോട്ടിന്റെ കള്ളിയാണ്. ബോട്ടിന്റെ കള്ളി. ഉള്ളില് മീൻ കംപ്ലീറ്റ് ഇറക്കി സ്റ്റോർ ചെയ്യുന്ന കാണാൻ പറ്റുമോ? ജസ്റ്റ് ഇത് പൊക്കണ്ട വരും. ഉള്ളില് കംപ്ലീറ്റ് മീൻ ഇറക്കുന്നതാണ്. സ്റ്റോർ ഐസായിട്ട് പോകും. ഇവിടെ നിന്ന് ഐസ് അടിച്ചിട്ട് കടലിലേക്ക് പോകും. കിട്ടണ മീൻ കംപ്ലീറ്റ് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് അതേപോലെ തന്നെ വരലാണ്. ഇവിടെ വരുമ്പോൾ ആ മീൻ കംപ്ലീറ്റ് കരക്കിലേക്ക് കയറ്റും. തിരകന്മാരത് ലേലം ചെയ്ത്. അവിടെ ഡോറൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇതിൽ തന്നെ കയറ്റണം? ഉള്ളിൽ അറ്റം വരെ ഉണ്ട്. പകുതി വരെ വലിയൊരു സ്പേസ് ഉണ്ടാവും. ഉണ്ട്.
ഇറങ്ങാനുള്ള ഇതിൻ്റെ ഇത് ഫ്രണ്ടിൽ കൂടി ഇറങ്ങണത് അവിടെ ഉണ്ട്. മീൻ കംപ്ലീറ്റ് സ്റ്റോക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് മാത്രമല്ല, ഇത് ഫിഷിംഗ് ബോട്ടാണ്. പിന്നെ കില്ലറ്റ് ബോട്ടാണ്. അത് കില്ലറ്റ് ബോട്ടിന്റെ പ്രത്യേകത എന്താണ്? കില്ലറ്റ് എന്ന് പറഞ്ഞാൽ അവര് വലിയ വലിയ കേര, പിന്നെ ചൂര, ഇതൊക്കെയാണ് പിടിച്ചു വന്നത്. സ്പേസിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് ബോട്ടിന്റെ പിന്നെ അണിയം എന്ന് പറയും. അണിയം ഇതിന്റെ മുൻവശം. ഇത് മുൻവശം. ഈ അണിയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ കയറി, അതായത് പരസ്യം ബോട്ടുണ്ട്. ഈ കിടക്കണ ദ്വീപ് കിടക്കണ ബോട്ടാണ്. ഈ പെർസ്യം ബോട്ടാണ് ഈ കിടക്കണത്. പെർസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല ബോട്ട്, ചാള, അയില. ഇത് ഈ ബോട്ട് പിടിക്കൂല, ആ ബോട്ട് പോകും. അങ്ങനെ ഉണ്ടോ? ഓരോ ബോട്ടുകൾക്ക് ഇതിന്റെ മീനെ പിടിക്കാം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതാ ഇത് അങ്ങനെയല്ല. നമ്മുടെ വലയിൽ ഇപ്പൊ ഏത് കുടുങ്ങും നമുക്ക് എങ്ങനെ GPS ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ അല്ലേ? ഇല്ല, ഇത് ഇതിന്റെ മോളിൽ കയറുന്ന ആര്യക്കാരൻ ഒരാളുണ്ടാവും, മെയിൻ ആള്. ഈ സാധനം കണ്ട അതിന്റെ മുള്ള റിങ്. അതിന്റെ മോളിൽ കയറി നിന്നിട്ട് നോക്കും കടലിൽ പോയിട്ട്. മീനിന്റെ പൊലപ്പ് കാണുമ്പോ ഉടനെ ആര്യാന്ന് പറയും. അതെങ്ങനെ അറിയാം അവര് നിൽക്കുന്ന സമയത്ത് അവിടെ മീനുണ്ടെന്നുള്ളത്? അവർക്കറിയാം, ആ സ്പോട്ടിൽ അറിയാൻ പറ്റും. അവർക്ക് മീൻ കിടന്ന് ചാടുന്നത് അവർക്ക് അറിയാൻ പറ്റും. ഉടനെ വല കറക്കലാണ് ബോട്ട്. 2 പേര് ചാടും, ഡിങ്കി ഇറക്കും. ഡിങ്കി എന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ട് ഇതുണ്ട്, അത് ഇതേപോലത്തെ. അത് ഇറക്കി കഴിഞ്ഞിട്ട് കൂടെ പോകും. അത് സൈഡിൽ നിന്ന് ഇറക്കി വല കംപ്ലീറ്റ് ഈ സൈഡിൽ കൂടി വിട്ടു കൊടുക്കലാണ് അങ്ങോട്ട്. എന്നിട്ട് മീൻ എത്ര ഓടണുണ്ട് അത്ര ഓട്ടിച്ചിട്ടിട്ട് അവൻ റൗണ്ട് ഓടി എവിടം വരെ ഓടണുണ്ട് അത്രയും വല വരെ അതിലുണ്ട്. അത് ഓടി ചുറ്റി വരലാണ്. അപ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ മീൻ നിറഞ്ഞിരിക്കും. പിന്നെ വലിച്ച് കയറ്റലാണ് അവർ. വീഞ്ചിക്ക് വലിച്ച് കയറ്റും. ഇതാ സാധനം കണ്ട അതിന് വലിച്ച് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ ഇത് റോപ്പാണ്, അയച്ചു വിടുന്ന സാധനമാണ്. വലയും ഇതൊക്കെ കൂടി വലിച്ച് കയറ്റി നേരെ ഹാർബറിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഓരോ കാറ്റഗറിയിലും ആളുകൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന മീൻ അങ്ങനെ പിടിക്കാനേ. ഇപ്പോൾ ഈ ബോട്ടിന് ഏത് മീനെ പിടിക്കാന്നൊക്കെയാണ്? അതിൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ മാച്ചാൻ കയറും, അല്ലെങ്കിൽ ചാള കയറും, അല്ലെങ്കിൽ അയില, അല്ലെങ്കിൽ പൂവാലൻ ചെമ്മീൻ, മറ്റുള്ള ഇത് കയറിന് വന്നുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ വളരെ മോശമാണ്. ചിലപ്പോൾ അയില കയറും, ചിലപ്പോൾ ചൂര കയറും, അല്ലെങ്കിൽ ബറ്റ കയറും. അല്ല, എൻ്റെ സംശയം അതല്ല. ഇപ്പം വലിയ മീനുകൾ ഉണ്ടാവില്ല, സ്രാവ്, ആഗോലി, സ്രാവൊക്കെ പിടിക്കണത് ഈ ബോട്ടാണ്. കില്ലറ്റ് ബോട്ട് എന്ന് പറയും, കുളച്ച ബോട്ട്, അതായത് കുളച്ചക്കാർ. അങ്ങനെയല്ല. അപ്പോൾ ഈ ഇതിൻ്റെ സംശയം ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ബോട്ടുമായിട്ട് പോകുന്നു, അപ്പോൾ ഇവിടെ അയിലയുണ്ട്, ചാളയുണ്ട്, സ്രാവുണ്ട്. അപ്പം നമ്മൾ ഏത് പിടിക്കും? ഇല്ല, ഇതിൽ കിട്ടൂല. ആ ബോട്ടിൽ കിട്ടുള്ളൂ. പക്ഷെ വലയൊക്കെ ഒന്നല്ലേ ഉണ്ടാവും? എനിക്ക് അറിയില്ല. ഈ വല വേറെയാണ്. ഇത് അവരെ വല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഒരു വലയാണ്. ഈ വലിയ വലയായിരിക്കും ബോട്ടിൽ കിടക്കുന്നത്. അതിൻ്റെ വല ചെറിയ കണ്ണി വലയാണ്, എന്നാൽ ചെറിയ കണ്ണി വലയാണ്. ആ വലയിലാണ് അവർക്ക് കിട്ടുള്ളൂ. ഈ വല പൊട്ടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ മീനുകളോ? അല്ലെങ്കിൽ ഓടാകുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും, കീറിയൊക്കെ പോവും. ചിലത് ഫുൾ ഓടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വല്ല ബോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വിട്ടു കൊടുക്കും. അതിലൊരു ഷെയർ അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യണം. ഫുൾ ഓടായി, അതാണ് ബാക്കി ബോട്ടിൽ ഓട് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഏതെങ്കിലും വള്ളക്കാരിക്ക വേറെ ബോട്ടിന് ഇട്ട് കൊടുക്കും. ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലൊക്കെ എത്ര വള്ളങ്ങളോ ബോട്ടുകളോ ഫിഷ് അറിയില്ല? അറിയാൻ പറ്റില്ല. അപ്പം ഇവിടെ യൂണിയനൊക്കെ ഉണ്ടാവും അല്ലേ? യൂണിയൻ, ഹാർബറിൽ യൂണിയനൊക്കെ ഉണ്ട്. യൂണിയനൊക്കെ. ഹാർബർ എത്ര ഹാർബർ അവിടെ വരുന്നത്? എവിടെ? കൊച്ചിയിൽ എത്ര ഹാർബറാണ്? ഇപ്പോൾ ഒന്ന് നമ്മളിവിടെ തോപ്പുംപടി ഒരെണ്ണം, പിന്നെ ഒന്ന് പിന്നെ വള്ളം പിടിക്കണത് ഇവിടെയാണ്, ഈ ഫോർട്ട് കൊച്ചി, എന്താണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അവിടെയാണ്. അത് വള്ളമാണ് പിടിക്കുന്നത്. പിന്നെ വൈപ്പും കരയിൽ 2-3 സ്ഥലമുണ്ട്, അവിടെ ബോട്ട് പിടിക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഷിപ്പ് യാർഡല്ലേ? കൊച്ചിൻ ബോട്ട് ഷിപ്പ് യാർഡല്ലേ? കപ്പലുകളൊക്കെ വരുന്ന സ്ഥലമല്ലേ ഇത്? പ്രധാനമായിട്ട് ഇവിടെ തന്നെ അല്ലേ? അപ്പം നല്ല പണി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. എല്ലാം പോയി, ഒന്നുമില്ല അവിടെ. ഷിപ്പ് യാർഡിലൊന്നും ഇല്ല. ഐലൻഡിൽ ഭയങ്കര പണി നടന്നു. കൊച്ചി പോർട്ടിൽ ഒരുപാട് തൊഴിലാളികൾ. നമ്മുടെ വിഴിഞ്ഞൊക്കെ വന്നപ്പോൾ കപ്പലുകൾ വരവൊക്കെ കുറഞ്ഞു ഇവിടെ. അത് കുറഞ്ഞു. ഇപ്പോൾ എല്ലാം അങ്ങോട്ട് പോയി. പിന്നെ വൈപ്പിനിലുണ്ടല്ലോ LNG, ഇത് ഇങ്ങനെയുള്ള അങ്ങോട്ട് പോയി. ഇവിടെ ഒന്നുമില്ല, പണി വളരെ മോശമാണ് അവിടെയൊക്കെ. ഈ ഷിപ്പിന്റെ ഭാഗത്തും പോർട്ട് ചരക്കിറക്കൊന്നും ഒന്നുമില്ല, കുറവാണ്. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ കമ്പനികളൊക്കെ ഉള്ളു, കുറഞ്ഞ കമ്പനികളൊക്കെ ഉള്ളു.
നമ്മുടെ കൂടെ സമീൽ എന്ന് പറയുന്ന ഒരു ബോട്ടിന്റെ ഡ്രൈവർ എന്നാണോ പറയുക അതോ സ്രാങ്ക് ആണോ? എനിക്ക് ലൈസൻസ് ഉണ്ട്. പിന്നെ ഞാൻ കടലിൽ പോകാറില്ല. ഇപ്പോൾ ഇവിടെ ഹാർബറിൽ ഇപ്പോൾ വർക്ക് ചെയ്യും. പിന്നെ ബോട്ടുകാർ സ്രാങ്കില്ലാണ്ടാകുമ്പോൾ ഐസിൻ്റെ അടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. അത്ര ചെയ്യുന്നത്. എന്തൊക്കെ ഇതിൻ്റെ ലൈസൻസ് കിട്ടാനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ സി ലൈസൻസ് പറയുന്നത് ഇത് കായ ലൈസൻസ് അല്ല. എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ കായ ലൈസൻസ് അല്ല, സി ലൈസൻസ്. കായ ലൈസൻസ് എന്ന് പറയുമ്പോൾ മറ്റേ ഹൗസ് ബോട്ടൊക്കെ ഓടിക്കാൻ ആ ലൈസൻസ് അല്ല, കടൽ ലൈസൻസ്. കടൽ ലൈസൻസ് ആണ്. ഓക്കെ. ഇപ്പോൾ മറ്റേ ഒരു 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ നീണ്ടകരയിൽ കൊല്ലം. അവിടെ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ക്ലാസ് എക്സാം ഉണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ബോട്ട് ഓട്ടിച്ച് കാണിക്കാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കൊടുങ്ങല്ലൂരാണ്, അല്ലെങ്കിൽ പിന്നെ കൊല്ലത്ത് അവിടെ ഉള്ളത്. ബോട്ട് അവിടെ ഓടിച്ച് കാണിക്കണം, ഓടിച്ച് കാണിക്കണം, എന്നാലേ ലൈസൻസ് പാസ്സാവുള്ളൂ. ശരി. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ ഡോക്കിൽ കയറുന്ന അല്ലെങ്കിൽ യാർഡിൽ കയറുന്ന വണ്ടികളൊക്കെ പണി കഴിഞ്ഞ് വരുമ്പം പിന്നെ ആരെയാണ് നമ്മളിത് കാണിക്കേണ്ടതൊക്കെ? പണി വരെ ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കയറ്റുള്ളൂ. എന്തെങ്കിലും പിന്നെയുള്ള ബോട്ടൊക്കെ ഈ സ്ഥിരമായിട്ട് പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ടാണ്. എന്തെങ്കിലുമൊക്കെ പങ്കൊക്കെ കംപ്ലൈൻറ്റ്, ഈ അടിയിൽ എന്തെങ്കിലും മുരിങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ. പിന്നെ പെയിൻറ്റിങ്ങിന് ഇപ്പോൾ ആ കാണുന്നത് നമ്മളെ യാർഡാണല്ലോ അല്ലേ? യാർഡ്. ഇപ്പോൾ ഈ യാർഡിലേക്ക് ഈ എങ്ങനെയാണ് ബോട്ടുകൾ കയറ്റുന്നതൊക്കെ എങ്ങനെയായിരിക്കും? ബോട്ട് ഇപ്പോൾ കയറ്റണത് ഇപ്പോൾ അവിടെ ബീഞ്ചുണ്ട്, വലിയ ബീഞ്ചുണ്ട്. ആ ബീഞ്ചിലെടുത്തിട്ടാണ് കറണ്ടിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം കയറ്റാറുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ ഇവിടെയൊക്കെ വലിയ ആഴം ഉണ്ടാവും നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അടിയിൽ റെയിലുണ്ട്. റെയിൽ, ആ കാണുന്ന റെയിൽ. ആ കാണുന്ന റെയിൽ അടിയിലേക്ക്. അപ്പോൾ അത് എത്ര താഴ്ചയിലായിരിക്കും? അതൊരു ഞങ്ങൾക്കിപ്പോൾ ബോട്ട് കയറ്റണമെന്നുണ്ടെങ്കിൽ 5 അടി 6 അടി വെള്ളം വേണം. ആ വെള്ളത്തിൽ താഴ്ചയിലായിരിക്കും, 6 അടി താഴ്ച. ആ വണ്ടിയെപ്പാടി ഇറങ്ങി വരുള്ളൂ. ഇതാക്കുന്നുണ്ട് പോർട്ടിൻ്റെ അനുമതി വേണം. പേപ്പറും കാര്യങ്ങളും റെഡിയായാൽ മാത്രമേ കയറ്റാനും ഇറക്കാനൊക്കെ പറ്റുള്ളൂ. സാങ്ഷൻ കൊല്ലം പോർട്ടിലേക്ക് ഇതടക്കാൻ. എന്ന് വെച്ചാൽ ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള റെയിൽ അടിയിലുണ്ട്. കോൺക്രീറ്റ് അല്ല, വെറുതെ റെയിലിട്ടുണ്ട്. അപ്പോൾ അതിനടി ആ ബോട്ടിന്റെ അടിയിൽ ഒരു ഇതുണ്ടാവും അല്ലേ, ഒരു ടയറൊക്കെ ഉള്ള വണ്ടി. ആ വണ്ടി പേര് പറയാം, അത് വണ്ടി എന്ന് പറയുള്ളൂ. വണ്ടി തന്നെ പറയാം. ഓക്കെ. അപ്പോൾ അത് ഇതിലേക്ക് ഇറക്കും. അപ്പോൾ അതിലായിരിക്കും നമ്മുടെ ബോട്ട് വന്ന് നിൽക്കും. അത് വണ്ടി പിടിച്ച് നിർത്തിക്കാണ്ട് സൈഡ് കൊള്ളിച്ചിട്ട് പതിയെ കയറ്റി ബീഞ്ചിലെടുക്കുക. ഓ, അപ്പോൾ ഒരു വലിയ പ്രോസസ്സാണല്ലേ. ഈ ഇതിലേക്ക് കയറ്റി കഴിഞ്ഞാൽ സുഖമാണ്, കയറ്റാൻ ഭയങ്കര പണിയാണ്. ഇറക്കാൻ വെറുതെ ഞങ്ങൾ ക്ലച്ച് തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കോളും. കയറ്റാൻ നോക്കി എല്ലാം അടുപ്പിച്ച് കൊള്ളിച്ച് കയറ്റണം. അതൊക്കെ ഒരു ദിവസമൊക്കെ നീണ്ടു വെക്കും ആ പ്രോസസ്സ്? ഇല്ല, ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറുള്ള ബോട്ട് കയറിയിരിക്കും അല്ലേ. എങ്ങനെയുണ്ട് പൊതുവേ ഇവിടുത്തെ ഒരു ലൈഫൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? അടിപൊളിയാണ്. പൊതുവേ പണി കുറവാണ് എന്ന്. പണി കുറവാണ്. ഈ 2 മാസമായിട്ട് ഇപ്പോൾ അതാണ് എല്ലാ ബോട്ടും കെട്ടിയിട്ടേക്കണ്. ഈ സ്പീഡ് വലിയ ബോട്ടുകാർ മാത്രം ഉള്ളൂ, ചെറിയ ബോട്ടുകാർക്കൊക്കെ പണി മോശം. അതാണ് ഇപ്പോൾ ഡീസൽ പോലെ അവർക്ക് പൈസ കിട്ടും. അതാണ് എല്ലാ ബോട്ടും കെട്ടിയിട്ടേക്കണ്. അപ്പോൾ എങ്ങനെ ജീവിതമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? അവരൊക്കെ ഇപ്പോൾ തട്ടിമുട്ടിയൊക്കെ പോണ്. ഞങ്ങൾക്ക് ഇപ്പോൾ 2 ബോട്ടാണ്. ഞാനിപ്പോൾ 5 ബോട്ട് സഹായിക്കുന്നുണ്ട്. അത് 2 ബോട്ടാണ് പണിക്ക് പോകുന്നത്, ബാക്കി 3 ബോട്ടും കെട്ടിയിട്ടേണ്. ശരി. ഒരു നഷ്ടത്തിലാണ്. ഇതൊക്കെ വലിയ ലോണൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? ലോൺ എടുത്തവരുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. ഇപ്പോൾ ചില ബോട്ടൊക്കെ കമ്പിയിൽ കടം കയറുമ്പോൾ ഇങ്ങനെ പിടിച്ച് കെട്ടിയിടുന്ന ബോട്ടുകളുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഈ പണിയിലേക്ക് വരുന്നുണ്ടോ ഇപ്പോൾ? എൻ്റെ അറിവിൽ ആകെ കുറവാണ്, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം മുതിർന്ന പരമ്പരാഗതമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെ, എല്ലാവരും ഞങ്ങൾ ഈ ഫീൽഡിൽ തന്നെ ആയിരുന്നു. ഞാനിങ്ങനെ അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ മീനൊക്കെ ഉണ്ടെന്ന് അറിയാൻ എന്താ സംവിധാനം എന്തൊക്കെയുള്ളത്? ഈ GPS എക്കോ സെൻറ്റർ എന്നൊരു സാധനമുണ്ട്. അത് നോക്കിയാൽ ഏകദേശം മീനൊക്കെ പിടുത്തം കിട്ടും. ഓ, അപ്പോൾ നമ്മുടെ GPS കാണാനായിട്ട് നമ്മൾ പോണത്. വെള്ളത്തിൻ്റെ താഴ്ചയും കാര്യങ്ങളൊക്കെ അറിയണത് ഈ എക്കോ സെൻറ്റർ എന്ന് പറയും. ഓ, ഇതിലാണ് ഞങ്ങൾക്ക് റൂട്ട്, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. ഇതിൽ മീനുള്ളതും വെള്ളത്തിൻ്റെ താഴ്ചയും കാര്യങ്ങളെല്ലാം അറിയണത് ഇതിനകത്തുണ്ടാവും. ഇതിനകത്ത് അതൊക്കെ എന്താ അറിയാൻ നമുക്ക് എന്താണ് സംവിധാനം എന്താ ഉള്ളത്? ഇപ്പോൾ അത് വെള്ളത്തിൻ്റെ താഴ്ചയും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ക്യാമറ ഒക്കെ ഉണ്ടാവും അടിയിൽ, ബോട്ടിൻ്റെ അടിയിൽ ക്യാമറ ഉണ്ട്. ലെങ്സ് എന്ന് പറയുന്നത്. സാധാരണ ഇതിൽ എത്ര താഴ്ച നമുക്ക് അറിയാൻ കഴിയും? ഞങ്ങൾ കയറുന്നതനുസരിച്ച് ഒരു ഇത് താഴ്ച കാണാൻ പറ്റും ഞങ്ങൾക്ക്. ഇപ്പോൾ 40 മാറ് 60 മാറ് വെള്ളം പിടിക്കുന്നവരുണ്ടാവും, 80 മാറിൽ പോണവരുണ്ട്. 2 മാറ് മുതൽ മേളിലേക്ക് മൊത്തം, 1 മാറ് മുതൽ മേളിലേക്ക് മൊത്തം അറിയാം. ഇത് നിങ്ങളുടെ GPS റൂട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഇത് രണ്ടോ ഇതിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കോണ്ടാക്ട്, അടുത്തുള്ള ബോട്ടാലായിട്ടുള്ള കോണ്ടാക്ട് സംസാരം. അതെങ്ങനെയാണ് ഈ കോണ്ടാക്ട് സംസാരങ്ങളൊക്കെ? ഇതിപ്പോൾ ഓരോരുത്തർക്ക് ഒരു ടീമിന് ഒരു ചാനലുണ്ടാവും. ആ ചാനലിൽ തന്നെ സംസാരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു അറിയിപ്പില്ലാത്തൊരു ബോട്ടോ അല്ലെങ്കിൽ ചെറിയ കപ്പൽ അവർ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർക്കൊക്കെ മെസ്സേജ് നമ്മൾ എങ്ങനെ കൊടുക്കും? അത് ഈ തന്നെ കപ്പലിലേക്കും കിട്ടൂല. കപ്പലിലേക്ക് അവർ ചിലപ്പോൾ ഞങ്ങൾ മാറിപ്പോണം. ഇപ്പോൾ ബോട്ടുകാരായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ വയർലെസ്സിൽ കൂടെ തന്നെ സംസാരിച്ചിട്ട് മറ്റേ പോർട്ട് സൈഡ് ഇത് തിരിക്കാനുള്ള സംവിധാനം പറയും അവർ. മാറിപ്പോന്നുള്ള സംവിധാനം ഇതിൽ കൂടെ തന്നെ സംസാരിച്ച് പറയണത്. ഇതിന് ബ്രേക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. ബോട്ടിന് ബ്രേക്കും കാര്യം ഉണ്ടാവില്ല. അപ്പം നേരെ റിവേഴ്സ് ഗിയർ വലിച്ചിട്ടിട്ട് നിർത്തലാണ്. അപ്പോൾ പെട്ടെന്നൊരു സംഭവം മുന്നിൽ വന്നാൽ ചവിട്ടി നിർത്താൻ പരിപാടി പറ്റില്ല. ഞങ്ങൾ ചവിട്ടി ഇത് നേരെ റിവേഴ്സ് ഗിയർ വെച്ചിട്ട് സ്പീഡ് വെച്ച് നിർത്തണം. ഇപ്പോൾ പെട്ടെന്ന് നിർത്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ന്യൂട്രാക്കും ബോട്ട്. എന്നിട്ട് അന്നത്തെ ഗിയർ ഇവിടെ അടുത്തുമ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് സ്ലോ ആക്കലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുന്നിലുള്ള കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് ഫ്രണ്ട് നമുക്ക് കാണുന്നില്ലല്ലോ. ഒരാൾ അണിയത്തുണ്ടാവും. അങ്ങനെയാണ് ഉണ്ടാവും. ഒരാൾ അണിയത്തുണ്ടാവും. ഞങ്ങളിപ്പോൾ ഈ അടുത്ത് കൈ കയറി വരുമ്പോൾ ഒരാൾ അണിയത്ത് നിൽക്കും. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ മുമ്പിൽ ഒരുപാട് ബോട്ടുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നടുക്കടലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അണിയത്തൊരാളുണ്ടാവും. യെസ്, അയാളുടെ ഇൻഫർമേഷൻ അനുസരിച്ച് യെസ്. അപ്പം റിസ്ക് ആണ് പണികളൊക്കെ അല്ലേ? ഈ ഏത് കാലമാണ് ശരിക്കും? ശൈത്യകാലമാണോ ഇനി അതല്ല ചൂടുകാലമാണോ? ഏതാണ് കുറച്ചുകൂടി കടലിൽ പോകാനൊക്കെയുള്ള? അവർക്ക് ഈ സമയത്താണ് കടൽ മൊത്തം ശാന്തതയായിരിക്കും. ഈ ഡിസംബർ ജനുവരി മൊത്തം ശാന്തതയായിരിക്കും. ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കിടക്കുന്ന പോലെ തന്നെ കടലും കിടക്കും. ബാക്കിയുള്ള സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. റഫായിരിക്കും. എടുത്തടിക്കും. അവരുടെ സാധ്യത ഒക്കെ കൂടുതൽ. അവരുടെ റിസ്കിൽ കൈകാര്യം ചെയ്യാൻ ഓടിക്കുന്ന ആളുടെ മിടുക്കൂല. ഇപ്പോൾ ഞങ്ങൾക്ക് പൊതുവെ ഒരാളിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പോയി പരിചയപ്പെടാം. ഒറ്റടിക്ക് ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ആള് തീരുമാനമാവും. എന്നാൽ തീരുമാനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ച് ഇതായി ഇടങ്ങേറായി കിടക്കും. ഈ ഡീസൽ സ്മെല്ലും കൂടി ആകുമ്പോൾ അവർക്ക് ഇവിടെ താമസമൊക്കെ ഇവിടെ ഉണ്ടാവും ആളുകൾ. കിച്ചണാണ് ഇത്രയും ഭാഗം കിച്ചണായിരിക്കും. ഓ, ഈ കാണുന്ന ഭാഗമാണ് കിച്ചൺ അല്ലേ? അപ്പോൾ ഈ ഒരു കുഞ്ഞ് സ്പേസിൽ ഗ്യാസ് ഒക്കെ ഉണ്ടാവും ഇവിടെ. ഗ്യാസ് സ്റ്റൗ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. ഓ, ഇവിടെ സ്ട്രാങ്ക് മാത്രമാണ്? പണിക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ. സ്ട്രാങ്ക് മെയിനായിട്ട് ഇവിടെ കിടക്കുള്ളൂ ഈ ഭാഗത്ത്. ബാക്കി എല്ലാവരും പണിക്കാരില്ല. അപ്പം നമ്മൾ നടുക്കടലിൽ നങ്കൂരിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കിടക്കാം, റെസ്റ്റ് എടുക്കാം. ആ ഒരു സമയം ആ നങ്കൂരിട്ടലൊക്കെ എത്ര സമയം ഒക്കെ പെട്ടെന്ന് ഈ ആ റോപ്പ് ഉണ്ടാവും. ആ റോപ്പ് എടുത്തിട്ട് സാധനം വെള്ളത്തിലിട്ട് ഇത്രയും താഴ്ചയിൽ ലോപ്പ് ലൂസാക്കിയിട്ട് തന്നെ കെട്ടി വെക്കണം. വലിയ പണിയൊന്നുമല്ല നങ്കൂരിടൽ. ഇതാണ് യഥാർത്ഥത്തിൽ വന്ന് നമ്മൾ പങ്ക എന്ന് പറയും തമിഴിൽ, ഫാന്. ഇത് ഓടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബോട്ട് അങ്ങോട്ട് മുന്നിലോട്ട് പോകത്തുള്ളൂ. ഈ ചുക്കാൻ എന്ന് പറയുന്നത് ഇത് ചുക്കാൻ. ഇത് വന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗിൽ വന്നിട്ട് വലത്തോട്ടും ഇടത്തോട്ടും ബോട്ട് മാറ്റുന്നത്, ഇതാണ് ചുക്കാൻ. ദിശ മാറ്റുന്നതാണ് ചുക്കാൻ. എങ്ങനെ ഇതിൻ്റെ വർക്കും കാര്യമൊക്കെ നിങ്ങൾ ഇതിലേക്ക് നിൽക്കുന്ന സമയത്തൊക്കെ? ഇത് വർക്കും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിംഗ് ബോട്ടാണ് മെയിനായിട്ട്, ചൂണ്ട ബോട്ടല്ല. പല ബോട്ടുണ്ട്, ഫിഷിംഗ് ബോട്ടുണ്ട്, ചൂണ്ട ബോട്ടുണ്ട്, ഫെർസിംഗ് ബോട്ടുണ്ട്, അങ്ങനെ പല ബോട്ടുണ്ട്. ഇത് വന്നിട്ട് ഫിഷിംഗ് ബോട്ടാണ്. ഇതിൻ്റെ മുതലാളിയാണ് ഈ നിൽക്കുന്നത്, പുള്ളിയാണ്. അപ്പോൾ ഫിഷിംഗ് ബോട്ടിൽ ഇപ്പോൾ ഒന്ന് പണി കുറവാണ്. ഇപ്പോൾ പണി കുറവായത് കാരണം നമുക്കിപ്പോൾ ഈ ലീഫിന് ചെറിയൊരു പാളിച്ച പറ്റിയായിരുന്നു ഇവിടെ. അങ്ങനെ ഈ പാളിച്ച ഇപ്പോൾ വന്ന് നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് ശരിയാക്കിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ഓട്ട വീഴുന്നു കഴിഞ്ഞാൽ ഈ ബോട്ട് നമ്മൾ പോകുന്ന സമയത്ത് പുള്ളിയും കിട്ടത്തില്ല, ഓട്ടം കിട്ടത്തില്ല, ഡീസൽ ഒരുപാടാവും. ഇതാണ് ഇതിൻ്റെ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കയറ്റിയതാണ്. ഇപ്പോൾ ഇതിലിങ്ങനെ കിടക്കുമ്പം, യാർഡിൽ കിടക്കുമ്പം വലിയ നഷ്ടവും കാര്യമൊക്കെ ഉണ്ടാവില്ലേ? യാർഡിൽ ഇന്ന് കയറ്റിയതേ ഉള്ളൂ, ഇന്ന് തന്നെ പണി ചെയ്തിറക്കണം. ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പകരം നഷ്ടമാവും. ഇതിൻ്റെ വാടക കൊടുക്കണം, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇന്ന് കയറ്റി ഇന്ന് പണി ചെയ്ത് ഇറക്കിയാൽ അതാണ് നമ്മളെ കാര്യം കഴിഞ്ഞു. ഇപ്പം തന്നെ കയറ്റി ഇറക്കി ആകെ കയറ്റിയിട്ട് 2 മണിക്കൂറായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ ഇറക്കും. അപ്പം തന്നെ 10,000-25,000 രൂപ ആയിപ്പോവും. ഇതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ഫിഷിംഗ് ബോട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു വല വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 വലയാണ്. പൂവാലം വലയെന്ന് പറയും. പൂവാലം എന്ന് പറഞ്ഞാൽ ചെമ്മീൻ്റെ വല വലിച്ചു കഴിഞ്ഞാൽ 5 വല വലിക്കും. ഈ 5 വലയ്ക്ക് ഏകദേശം 500 ലിറ്റർ ഡീസലാവും. 500 ലിറ്റർ. അപ്പോൾ ഈ 50,000-നുള്ള സാധനം നമുക്ക് കിട്ടണം. ചിലപ്പോൾ 20,000-നെ കിട്ടുള്ളൂ. ഇത് ഞങ്ങളിപ്പോൾ വന്നിട്ട് നമുക്ക് 1,25,000 രൂപ കടവാണ് 4 ദിവസം വലിച്ച്. ബാറ്റ വന്നിട്ട് 500 രൂപയുണ്ട്. ഇപ്പോൾ 15 ആൾ നമ്മൾ പോയി.
ഈ 15 ആൾക്കും കടമാണെങ്കിലും അവർക്ക് ഒരു ദിവസത്തിന് 500 രൂപ ബാറ്റയുണ്ട്. അത് നമ്മൾ കൊടുക്കണം. കടമാണെങ്കിലും കൊടുത്തേ പറ്റുള്ളത്. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ അവർ വരത്തില്ല, അവർക്കൊരു കുടുംബമുണ്ടേ. അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം നമുക്ക് 1,25,000 കടമാണ്. 5 ദിവസം വലിച്ച് 5 ദിവസം പണിയെടുത്തിട്ട് വീട്ടിൽ നിന്ന് പൈസ കൊണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കേണ്ട സ്ഥിതിയാണിത്. അപ്പോൾ ഇത് ലാഭമാവുന്നില്ലെങ്കിൽ എങ്ങനെ ലാഭം ഒരുപാട് കിട്ടും, അതുകൊണ്ടല്ലേ വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മളിപ്പോൾ ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1.25 ലക്ഷം രൂപ കടമാണ്. അടുത്ത് ചിലപ്പോൾ നമുക്ക് വന്നിട്ട് ഒരു 25,000 അല്ലെ 25 ലക്ഷം വരയ്ക്ക് നമുക്ക് വന്നിട്ട് ലാഭം കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല, അത്രയേ ഉള്ളൂ. എന്നാലും നമ്മൾ കടലിനെ അങ്ങോട്ട് വിശ്വസിക്കും. തീർച്ചയായിട്ടും 100% കടലിനെ വിശ്വസിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ലൈഫ് ഈസ് കടലല്ലേ, ജീവിതം കടലല്ലേ, വേറെ പണിയൊന്നും അറിയത്തില്ല. അതുകൊണ്ടേ കടലെ വിശ്വസിച്ചേ പോകാൻ പറ്റുള്ളൂ. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. എന്ന് വെച്ചാൽ വേലിയേറ്റം വേലിയിറക്കം പോലെയാണ്. ലാഭം വരുമ്പോൾ ലാഭമായിരിക്കും, ലാഭം വരുമ്പോൾ ഒരുപാട് ലാഭം വരും, നഷ്ടം വരുമ്പോൾ ഒരുപാട് നഷ്ടവും വരും. മൈ ലക്കി അൺലക്കി കടൽ എന്ന് പറയുമ്പോഴേ നമ്മൾ ഹാപ്പിയാണ്. നമ്മളെപ്പോഴും ഹാപ്പിയാ. അത് കടം വന്നു പറഞ്ഞാൽ സങ്കടപ്പെടാനും പാടില്ല, ലാഭം വന്ന് പറഞ്ഞാൽ സന്തോഷപ്പെടാനും പാടില്ല. അതാണ് കടൽ ലൈഫ്, സീമൻ ലൈഫ്. അത് നമ്മൾ സങ്കടപ്പെട്ടൊരു കാര്യമൊന്നുമില്ല. നമ്മൾ കൂടെ വരുന്ന ആൾക്കാരെ വന്നിട്ട് അവർ ഒരാളല്ല. ഇപ്പോൾ 15 പേര് വന്നു കഴിഞ്ഞാൽ 15 ആളല്ല, ഞങ്ങൾക്ക് 15 കുടുംബമാണ് അവർ, അല്ലേ? ഈ 15 ഒരു ഉത്തരവാദിത്തം മുതലാളിക്കും ഉണ്ട്. ഞാൻ ആ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ മാത്രമാണ്, ബോട്ടിലുള്ള ഒരു പണിക്കാരനാണ് ഞാൻ. 15 പേരെന്ന് പറഞ്ഞാൽ 15 കുടുംബമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മൾ റേഷനൊന്നുണ്ടേ. ഇപ്പോൾ 5 നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞങ്ങൾക്ക് വന്നിട്ടൊരു 30,000 രൂപ റേഷനാവും. ഗ്യാസ് എല്ലാം ചേർത്തിട്ട് അതെല്ലാം നമ്മൾ കണക്കിൽ വരും. കണക്കിൽ വന്നതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. കടമാണെങ്കിൽ എല്ലാം പോയി, എങ്കിലും നമ്മൾ അവർക്ക് ചെയ്യേണ്ടത് നമ്മൾ അവർ ചെയ്ത് കൊടുക്കുക. ഏത് കാലത്താണ്, ശൈത്യമാണോ ഉഷ്ണമാണോ, ഏത് കാലത്താണ് നമുക്ക് കുറച്ചുകൂടി പ്രയാസമൊക്കെ വരുന്നത്? പ്രയാസം വരുന്നത് കറക്റ്റ് ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസം ഭയങ്കര പ്രയാസമാണ്. അത് കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 4 മാസവും ഇവിടെ കടലിൽ ഉണ്ടാവില്ല, കാറ്റും ഉണ്ടാവില്ല, കോളും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് അത് മെയ്, ജൂൺ ഇതൊക്കെ വരുമ്പോൾ വീണ്ടും ഭയങ്കര കാറ്റും കൂടൊക്കെ വരും. ആ കാറ്റും കൂടെ വരുന്ന സമയമാണ് ഈ പണിയും കൂടുതൽ വരുന്നത്. അല്ലാത്ത സമയം ഈ കാറ്റും കൂടെ ഇല്ലാതെ ചുമ്മാ കിടന്ന സമയം പണിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കടലിൽ കാറ്റും കോളും ഉണ്ടായാൽ മാത്രമേ അവിടെ മീനും ഒരുപാട് ഉണ്ടാവുള്ളൂ. ഇതാണ് കടലിലെ വിഷയം. ഈ കടൽ അടിച്ച് അടിയിൽ നിന്ന് മറിയും. അതിൽ വെള്ളത്തിൻ്റെ കണക്കുണ്ട്. തെളിവ് വെള്ളം, നമ്മൾ തമിഴിൽ പറഞ്ഞ വണ്ണി വെള്ളം, സോണി വെള്ളം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് വെള്ളത്തിൻ്റെ മാറ്റമുണ്ട്. ഇപ്പം ഞങ്ങൾ പോയപ്പോൾ തെളിവ് വെള്ളമാണ്. തെളിവ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കിട്ടത്തില്ല. നമ്മളെ വല, നമ്മളിപ്പോൾ മീൻ മടി വലിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മീൻ അറിയാൻ പറ്റും വല വരുന്നത്. ആ മീൻ ഒതുങ്ങും. ഇതേ വന്ന് വണ്ടത്തണ്ണീന്നുണ്ട്, ക്രാക്ക് തണ്ണി എന്നൊക്കെ പറയും. ഈ വണ്ടത്തണ്ണി വന്നു കഴിഞ്ഞാൽ മീൻ അറിയാൻ പറ്റത്തില്ല. നമ്മളെ വലയിൽ വന്നിട്ട് മീൻ കൂടുതലുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കടലിൽ. സാധാരണ എല്ലാ കൊല്ലങ്ങളും ഉള്ളതാ. ഈ ആദ്യത്തെ 3-4 മാസം പണി ഉണ്ടാവും, അവസാനത്തെ 3-4 മാസം നല്ല പണി ഉണ്ടാവും. ഈ ഇടപ്പെട്ട സമയമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പണിയില്ലാതെ ചിലപ്പോൾ ഉണ്ട്, ചിലപ്പോൾ ഇല്ലാതെ. ഇല്ലാതെ സമയമാകുമ്പോഴേ ഈ ഹിന്ദിക്കാരന്മാരോടാണ് ഭയങ്കര പ്രയാസം. ഇപ്പോൾ ഈ കേരളത്തിൽ ഹിന്ദിക്കാരന്മാരാണെന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാർ പൈസ വാങ്ങും, രാത്രി പേക്കെടുത്തിട്ട് പൊക്കളയും. പണിക്ക് പോകാൻ വേണ്ടി നമുക്ക് ICDs എല്ലാം റെഡിയാക്കിയിട്ടിരിക്കും, 2 ലക്ഷം രൂപ മുടക്കെല്ലാം റെഡിയാക്കിയിട്ടിരിക്കും. നേരം വെളുത്ത് നമുക്ക് പണിക്ക് പോകണം നോക്കിയാലേ ഈ മരം കാണൂല. അതിലൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടങ്ങളാണ്. ഹിന്ദിക്കാരന്മാരെ ഒരു വിധത്തിൽ ഒതുക്കാതെ ഇവിടുത്തെ പണി ഒന്ന് മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. അത് ഞാനൊരു കാര്യം പറയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 ഹിന്ദിക്കാർ വന്നു അവരുടെ നാട്ടിൽ നിന്ന്, ഒറീസയോ അല്ലെങ്കിൽ ആസാമോ ഏത് നാട്ടുകാരായിക്കോട്ടെ, നമ്മളവർ അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് നമ്മൾ വന്നിട്ട് ഏകദേശം നമ്മൾ കൊടുക്കുന്ന മര്യാദ ഒരിടത്തും കൊടുക്കില്ല. മലയാളിയോട് കൊടുക്കുന്ന മര്യാദ ആരും കൊടുക്കത്തില്ല. നമ്മൾ ബോട്ടിൽ കയറ്റി ഈ 10 പേരിൽ 2 പേർക്ക് പണിയറിയാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് റോപ്പ് എന്ന് പറഞ്ഞാൽ കയറാണ്. ഈ കയറെടുക്കാൻ പറഞ്ഞ് അവർ വന്നിട്ട് നോക്കും ഏതാണ് കയറെന്ന്, അവർക്കറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് പണിയെടുപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സംരംഭം അങ്ങനെയാണ് നിൽക്കുന്നത്. പണിക്കാരെ കിട്ടുന്നില്ല. ഇതെന്താ സംഭവം? ഇവിടെ കുറേ ഹോളൊക്കെ. ഈ വെള്ളം സീകർഗ്. ഈ വെള്ളം പോയാണ് പമ്പിൽ കയറിയിട്ട് നമ്മൾ എഞ്ചിനെ ചൂടാക്കാണ്ട് അത് റൊട്ടേഷൻ ചെയ്ത് നമ്മുടെ പൈപ്പ് വഴി വെളിയിൽ വരും. ഹീറ്റ് വാട്ടർ. ഇത് കൂളിംഗ് വാട്ടർ വന്നിട്ട് ഹീറ്റ് വാട്ടർ പോകും. ഇനി അടുത്തുണ്ട് ഇത് വന്നിട്ട് ക്യാമറയാണ്. ഇത് ക്യാമറ. ഇത് എക്കോ സിലിണ്ടർ ക്യാമറ എന്ന് പറയും. നമുക്ക് വന്നിട്ട് GPS ഉണ്ട്, എക്കോ സിലിണ്ടർ ഉണ്ട്. ഇത് എന്താ ഉപയോഗം എന്താണ്? ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ആഴവും അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് മീൻ വന്നു കഴിഞ്ഞാലും അറിയാൻ പറ്റും. മീൻ വന്ന് എത്ര പാവത്തിലാണ്,
ഒരു പാവം എന്ന് പറഞ്ഞാൽ ഇതാണ്. 5 ഭാവത്തിലാണോ 10 ഭാവത്തിലാണോ മീൻ എന്നുള്ളത് ഇതിൽ കാണിച്ചു. ഏതായിരുന്നാലും നമ്മളുള്ളത് മരക്കടവിലെ ഈ ബോട്ട് യാർഡിലാണ്. ബിസ്മില്ല യാർഡ് എന്നാണ് അല്ലേ ഇങ്ങോട്ട് പറയാ? ബിസ്മില്ലൻ്റെ യാർഡ്. ആ, എന്താണ് ബിസ്മില്ല എന്നുള്ള പേര് വരാൻ കാരണം എന്താ? ഇവരെ ബോട്ടിന്റെ പേരൊക്കെ ബിസ്മില്ല എന്നാണ്. അവര് ബിസ്മില്ല എന്ന് പറയുള്ളൂ. അവര് ബിസ്മില്ല തടത്തിൽ യാർഡ് എന്നാണ് ഇപ്പൊ ഇതിന്റെ പേര്. തടത്തിൽ ബിസ്മില്ല യാർഡ് അല്ലേ? ഏതായിരുന്നാലും ആ ബിസ്മില്ല യാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവരുടെ ജീവിതമാണ് ജലീലിക്ക അപ്പോൾ നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നന്ദി ഞങ്ങളുടെ ഒരുപാട് അറിവുകൾ സമ്മാനിച്ചതിന്. വീണ്ടും കാണാം.